ഹായ് കാലത്ത് ചെത്തിയിട്ട് വീട്ടിൽ വരുമ്പോൾ മൈനെക്കുറിച്ച് ചണ്ടയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചെത്തിയിട്ട് വൈഫിൻ്റെ വീട്ടിൽ പോയി അപ്പു ഓടി വരുന്നു കേട്ടോ. എന്താണ് അപ്പനത് ഉണ്ണിത്തണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാഴ വെട്ടിയാലും ഉണ്ണിത്തണ്ട് എടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടല്ലോ മഴ വരുന്ന പോലെ ഒരു മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ അപ്പോൾ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ എണ്ണക്കടിയൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. എന്താണ് ഇതാ ചോറിട്ട് കൊണ്ടിരിക്കേണ്ട ഉച്ചയ്ക്ക്. വൈഫിൻ്റെ വീട്ടിൽ പുളിച്ചാറ് ഇതാ ക്യാരറ്റ് കൂട്ടാനും ഉണ്ട്, മുട്ട പുഴുങ്ങിയത് കൊണ്ട് കേട്ടോ. പിന്നെ എണ്ണക്കടി എന്താണ് അറിയുമ്പോൾ ഇതാ പക്കോടയാണ് കേട്ടോ. സൂപ്പറായി പുളിച്ചാറ് ക്യാരറ്റ് കൂട്ടാനൊക്കെ സൂപ്പറായി കഴിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടല്ലോ. പക്കോട ഉണ്ടല്ലോ, പക്കോട എടുത്ത് കഴിക്കാൻ കേട്ടോ. നിങ്ങൾക്കും ചോറിനോട് പക്കോട കഴിക്കാൻ ഇഷ്ടമാണ് പറയാം. അപ്പോൾ ഉണ്ടല്ലോ ഒരു കൂട്ടുകാരൻ്റെ കൂടെ സൈക്കിളിൽ കളിച്ചു കൊണ്ടിരിക്കാൻ കേട്ടോ. പിന്നെ വൈഫ് 4 മണി ചായക്കുണ്ടല്ലോ അടിപൊളിയായി കുഴക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. കുഴക്കട്ട കട്ടൻ ചായയാണ് 4 മണി ചായക്ക് കേട്ടോ. നിങ്ങളിതുപോലെ 4 മണി ചായക്ക് കുഴക്കട്ട ഉണ്ടാക്കി കഴിക്കുക പറയണം. അപ്പോൾ ഇവരുണ്ടൊക്കെ ഉണ്ടല്ലോ അവർ കളിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൂപ്പറായിട്ട് കണ്ട ഓടി ഓടി മുടി കളിക്കുകയാണ്, തൊട്ട് കളിക്കുകയാണ് കേട്ടോ അടിപൊളിയായിട്ട്. അത് കഴിഞ്ഞ് ചെത്താൻ പുറപ്പെട്ട് കേട്ടോ. ഇവിടുതാ മുതലമട വരെ നിറയെ മാങ്ങ മരം കേട്ടോ. മാങ്ങ മരത്തിൻ്റെ റോഡ് സൈഡ് ഉണ്ടല്ലോ നിറയെ മാങ്ങപ്പഴം പഴുത്തിട്ടുണ്ട്. ഞാനിതാ കയ്യത്തിന് പോലുള്ളത് ഒരു മാങ്ങപ്പഴം വലിച്ചിട്ടുണ്ട് കേട്ടോ. വലിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ കൊണ്ടുവന്ന് അറുത്ത് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. ഇപ്പോൾ പുഴുണ്ടാന്ന് നോക്കിയിട്ടാ. സൂപ്പർ പഴമാണ്, പുഴുവൊന്നുമില്ല. അടിപൊളിയായിട്ട് മരത്തിൽ തന്നെ പഴുത്ത് പഴം കഴിക്കുമ്പോണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് മരത്തിൽ തന്നെ പഴുത്ത് പഴം കഴിക്കാൻ നല്ല ഇഷ്ടമാണെന്ന് പറയാം. ഇതുപോലെ നിങ്ങളും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോയിലേക്കൊക്കെ.